ഓക്കെ, എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മുട്ടയോ ഉരുളക്കിഴങ്ങും വെച്ച് നമുക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഏതായാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക്. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി ചെത്തി നന്നായിട്ട് ചെറുതാക്കി 2 കോഴിമുട്ട വെച്ച് ഇത്തിരി ഉപ്പിട്ട് പുഴുങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അതിൽ ഇത്തിരി സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചെടുക്കാം. പുഴുങ്ങിയ കോഴിമുട്ട നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് ഇത്തിരി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇത്തിരി കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളക്കിഴങ്ങ് മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിയിലോട്ട് ഞാൻ തീരെ വെള്ളമൊന്നും ആഡ് ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് തണുക്കാൻ വെക്കാം. ഈ സമയം നമുക്ക് കട്ട് ചെയ്യാൻ ബാക്കിയുള്ള കോഴിമുട്ട എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സമയം വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ മിക്സ് എല്ലാം തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട് അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് കോഴിമുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ സൗകര്യം പോലെ നമുക്കത് റൗണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് സെറ്റാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ 2-3 ഞാനിവിടെ ഉണ്ടാക്കി വെച്ച് കാണിക്കുന്നുണ്ട്. ഇതുപോലെ റൗണ്ടായിട്ടോ നീളത്തിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വൈകുന്നേര ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ആഹാ, സവാളേൻ്റെ പച്ചമുളകിൻ്റെ കറിവേപ്പിലിൻ്റെ ഒക്കെ സ്മെല്ല് ഇപ്പം തന്നെ എനിക്കിതെടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി കടലമാവ് എല്ലാം കുറുക്കനെ കട്ടിയാക്കിയിട്ട് നമുക്ക് അതിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മളെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. അധികം റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമല്ല. എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൽ ആഡ് ചെയ്ത എല്ലാ സാധനങ്ങളും വയറ്റി വേവിച്ചെടുത്തത് കൊണ്ട് നമുക്കിത് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചെടുക്കേണ്ട ഒരാവശ്യമേ വരുന്നുള്ളൂ. ആഹാ, എന്താ സ്മെല്ല്! എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളെ പുതിയ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളാ കോഴിമുട്ട വെച്ച് കൊടുത്തില്ലേ, അതിൻ്റെ സ്മെല്ലും ഉരുളക്കിഴങ്ങും കറിവേപ്പിലും പച്ചമുളകും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബായ്.